വണ്ടി ഈക്കോ ആണ്. എൻ്റെ കംപ്ലൈൻറ്റ് ഓവർ ഹീറ്റാണ്. നമ്മുടെ റിസോർട്ട് ടാങ്കിൽ കൂടെ കൂളൻ്റ് കുറച്ച് ലോങ് ഓടി കഴിയുമ്പോൾ നിറഞ്ഞു പോകും. അതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. റേഡിയേറ്റർ ഫാനെല്ലാം ഓക്കെയാണ്. റേഡിയേറ്ററൊക്കെ മാറി നോക്കിയതാണ്. ഇതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. കുറച്ച് ലോങ് ഓടിയാലേ ഉള്ളൂ ഈ ഓവർ ഹീറ്റ് കാണിക്കുള്ളൂ കേട്ടോ. ഇത് ഈക്കോ ആണേ. കൂളൻ്റ് ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ഓവർ ഹീറ്റ് കൊണ്ട് ഞങ്ങൾ ഹെഡ് ഗ്യാസ്കറ്റ് അയച്ചു നോക്കി. ഇപ്പോൾ ഗ്യാസ്കറ്റ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. ഗ്യാസ്കറ്റ് ഞങ്ങൾ മാറിയതാണിത്. ഹെഡ് അയച്ച് ചെയ്തതാണ്. കൂളൻ്റ് ലീക്കൊന്നുമില്ല, എല്ലാം ക്ലിയറായി. പക്ഷേ എന്നിട്ടും ഇതിൻ്റെ ഓവർ ഹീറ്റ് മാറുന്നില്ലെന്നുള്ളതാണ്. ഹെഡ് അയച്ച് ഗ്യാസ്കറ്റ് മാറി. ഇതിനു മുമ്പ് എഞ്ചിൻ പണിതിട്ട് വന്ന വണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഹെഡ് അയച്ച് നോക്കിയതാണ്. പക്ഷേ ഗ്യാസ്കറ്റ് കത്തിപ്പോണ്ട് അതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് മാറുന്നുമില്ല. ഇനി ബ്ലോക്ക് അയച്ചിട്ട് ചെക്ക് ചെയ്യണം. ബ്ലോക്കിൻ്റെ ഇഷ്യൂ വരുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിഞ്ഞത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എഞ്ചിൻ അയച്ചിട്ട് അതിൻ്റെ ബ്ലോക്കിൻ്റെ ഫേസിങ് നോക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എഞ്ചിൻ ഇറക്കിയ ഭാഗമാണ്. ഇതൊരു പീസാക്കിയിട്ട് നോക്കണം. ഹെഡ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തേക്കുന്നതാണ്. ഉണ്ടോ, ഇതിനെ കളറുണ്ട്, എല്ലാം നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഓവർ ഹീറ്റ് മാത്രം മാറുന്നില്ല. ഹെഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാം. നമ്മൾ കൂളൻ്റ് ലീക്ക് എല്ലാം കറക്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ വീണ്ടും ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. ക്യാപ്പൊക്കെ മാറി. നമ്മുടെ ഈ ഗ്യാസ്കറ്റൊക്കെ മാറിയതായിരുന്നു. പക്ഷേ വീണ്ടും ഓവർ ഹീറ്റാണ്. ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ഫേസ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതാണ്. ഹെഡ് ഓൾറെഡി ഫേസ് ചെയ്തതാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇത്രയും ഭാഗം ഇതുമായിട്ട് താന്നിട്ടായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. ഗ്യാസ്കറ്റ് കത്തിപ്പോകുന്നത് ഇത്രയും ഭാഗം, ഈ ഭാഗങ്ങൾ താഴേക്ക് താന്നേക്കുവാണ്. ഓവർ ഹീറ്റായിട്ട് ഓടിയിട്ട് ഇപ്പോൾ ലെവൽ ചെയ്തപ്പോഴാണ് സംഭവം സെറ്റായത്. ഇത് ഓടിച്ച് നോക്കാം. വണ്ടിയുടെ ഓവർ ഹീറ്റ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ബ്ലോക്ക് ഫേസ് ചെയ്തപ്പോഴാട്ടെ കംപ്ലൈൻറ്റ് മാറിയത്.